എല്ലാ പ്രിയ കൂട്ടുകാർക്കും നമസ്കാരം. റോപ്പ് മൈ ഷോയുടെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കേരളത്തിൽ രജിസ്റ്റർ ചെയ്യാൻ പോകുന്ന ഒരു ടൂറിസ്റ്റ് ബസ്സാണ് കാണുന്നത്. A&M ട്രാവൽസ് എന്ന് പറയുന്ന കമ്പനിയുടെ വോൾവോയാണ്. വോൾവോ എന്ന് പറയുമ്പോൾ 9600B8R ആണ് വരുന്നത്. ഈ വാഹനത്തിനൊരു പ്രത്യേകതയുണ്ട്. സാധാരണ നമ്മുടെ നാടുകളിലെ ടൂറിസ്റ്റ് ബസ്സുകൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വെള്ള പെയിൻറ്റ് അടിച്ചിരിക്കണമെന്ന് നിർബന്ധമാണ്. വെള്ള പെയിൻറ്റ് അടിക്കാത്ത വാഹനങ്ങൾ നിരത്തിൽ ഓടാനായിട്ട് സമ്മതിക്കുന്നതായിരിക്കത്തില്ല. നിങ്ങൾക്കറിയാം, ഏകദേശം 2 വർഷങ്ങൾക്ക് മുമ്പ് പാലക്കാട് ഒരു അപകടം നടക്കുകയും അതിൻ്റെ പശ്ചാത്തലത്തിൽ ഗവൺമെൻറ് ഇതേപോലെ ഒരു ഓർഡർ പുറപ്പെടുവിച്ച് ഈ പറയുന്ന ബസ്സുകൾക്കെല്ലാം വെള്ള കളർ അടിക്കണം എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് അറിയാം. അപ്പോൾ അതിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ആൾക്കാർ പഴയ പോലെ തന്നെ വാഹനങ്ങൾ മൾട്ടി കളറിൽ അടിക്കാനുള്ള അനുവാദം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ച് പുതിയ ഗതാഗത മന്ത്രിയായിരിക്കുന്ന ഗണേഷ് കുമാർ സാറിനോട് പ്രത്യേകിച്ച് നിവേദനങ്ങളൊക്കെ കൊടുക്കുകയും ഈ വാഹനത്തിൻ്റെ കളറുകൾ പഴയ പോലെ കളർഫുൾ ആക്കണം എന്ന് ആൾക്കാർ ആവശ്യപ്പെടുന്ന ഒരു സമയമാണ്. അപ്പം ഇതുവരെ അങ്ങനെ ഒരു ഓർഡർ വന്നിട്ടില്ല. പക്ഷേ അതിനിടയ്ക്കാണ് നമ്മൾ ഈ കാണുന്ന ഈ ഒരു ബസ് എന്ന് പറയുന്നത് ബ്ലൂ കളറിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ A&M ട്രാവൽസിൻ്റെ ഏറ്റവും പുതിയ വോൾവോ എന്ന് പറയുന്നത് ബ്ലൂ കളറിലാണ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ സംഭവം എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇവർ നിയമലംഘനങ്ങളൊന്നുമല്ല നടത്തുന്നത്. അതായത് ഈ വാഹനം രജിസ്റ്റർ ചെയ്യാൻ പോകുന്നത് കേരളത്തിലാണ്. കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത് AITP പെർമിറ്റിലാണ്, ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റിലാണ് വാഹനം രജിസ്റ്റർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെ രജിസ്റ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കളർ കോഡ് നമുക്ക് അവോയ്ഡ് ചെയ്തെടുക്കാം. അതായത് 2021 മുതൽ സെൻട്രൽ ഗവൺമെൻറ് ഇതുപോലുള്ള പല അമെൻഡുകൾ AITPയിൽ വരുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഈ ഒരു വാഹനം AITPയിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ ടാക്സുകൾ നമ്മൾ അടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വാഹനത്തിന് കളർ കോഡിൻ്റെ ആവശ്യമില്ലായിരുന്നു. പക്ഷേ കേരളത്തിൽ ആരും ഒരു വാഹനം ഇങ്ങനെ രജിസ്റ്റർ ചെയ്യത്തില്ലായിരുന്നു. മുൻപേ കല്ലടയ്ക്ക് ഇതുപോലെ 2 വാഹനം ഉണ്ടായിരുന്നു. മീൻസ് AITP ഉള്ള വാഹനം ഉണ്ടായിരുന്നു. പക്ഷേ അതിന് വൈറ്റ് കളറായിരുന്നു. അതുപോലെ 2 ലൈൻസും അതിനകത്ത് ഒരു ബ്ലൂ ലൈനും അതിനകത്ത് വരയ്ക്കണമെന്നുള്ളതാണ് ഒരു ഓൾ ഇന്ത്യ പെർമിറ്റിൻ്റെ ഒരു റൂൾ എന്ന് പറയുന്നത്. പക്ഷേ പുതിയ അമെൻമെൻറ്റ് പ്രകാരം അങ്ങനെ കളർ കോഡിൻ്റെ ആവശ്യമില്ല, വെള്ള അടിക്കേണ്ട ആവശ്യമില്ല. ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് ആയിട്ടിരിക്കുന്ന വെഹിക്കിൾ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലുള്ള പല കളേഴ്സ് നമുക്ക് അടിക്കേണ്ടി പറ്റും. പല കളേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കിങ്ങനെ ആൾക്കാരുടെ രൂപങ്ങളോ ഒന്നും വരച്ച് വെക്കേണ്ടതൊന്നും സാധിക്കത്തില്ല. സാധാരണ ഈ പറയുന്ന സച്ചിൻ്റെയോ അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സിനിമാ നടന്മാരുടെയോ ഒന്നും ഫോട്ടോ വരയ്ക്കുന്നതൊക്കെ നമ്മുടെ ബസ്സുകളിൽ കാണാറുണ്ട്. എയർ ബ്രഷ് പെയിൻറ്റിങ് കാണാറുണ്ട്. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷേ ഇതേപോലുള്ള ഏതെങ്കിലും കളർ അടിക്കാനായിട്ട് നമുക്ക് പറ്റും. അപ്പോൾ ഇത്ര നാളായിട്ട്, അല്ലെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ വോൾവോ ഇതുപോലെ പെയിൻ്റ് അടിക്കുന്ന വോൾവോ ഇതാണ്. അതായത് കളർഫുള്ളായിട്ട് പെയിൻ്റ് അടിക്കുന്ന AITP ഉള്ള വോൾവോ ഇതായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇത്ര നാൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ഒരു വാഹനങ്ങൾ പോലും ഇതേപോലെ പെയിൻ്റ് അടിച്ച്, അതായത് ഇങ്ങനെ ഈ ടൂറിസ്റ്റ് ഓപ്പറേഷനുള്ള ബസ്സുകൾ ഇപ്പം നിലവിലത്തെ റൂൾ അനുസരിച്ച് അങ്ങനെ പെയിൻ്റ് അടിച്ച് വരാറില്ലായിരുന്നു. അപ്പം അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊതുവേ ഈ AITP ഉണ്ടെന്ന് പറഞ്ഞാലും കേരളത്തിൽ ആരും വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യാറില്ലായിരുന്നു. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മദർ ടാക്സ് എന്ന് പറയുന്ന മറ്റുള്ള സംസ്ഥാനങ്ങളെക്കാൾ ഒരുപാട് കൂടുതലാണ്. കാരണം നിങ്ങൾ നൈറ്റ് ഓപ്പറേഷൻ നടത്തുന്ന ബസ്സുകളെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ കൂടുതൽ അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് സ്ലീപ്പർ ബസ്സുകളൊക്കെ അവർ രജിസ്റ്റർ ചെയ്തുകൊണ്ടിരുന്നത്. കാരണം കേരളത്തിൽ അത്തരം വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതിന് ഭയങ്കര ഭീമമായിട്ടുള്ള ടാക്സ് ആയതുകൊണ്ട്, മദർ ടാക്സ് ആയതുകൊണ്ട് അത് ക്വാർട്ടർലി അടയ്ക്കേണ്ടതുകൊണ്ട് അവരെല്ലാവരും അന്യ സംസ്ഥാനങ്ങളിൽ കൊണ്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മുടെ ഈ കഴിഞ്ഞ ടേമിൽ നമ്മുടെ KB ഗണേഷ് കുമാർ സാർ നമ്മുടെ ഗതാഗത മന്ത്രി ആയിരുന്ന സമയത്ത് അദ്ദേഹം എന്തുകൊണ്ടാണ് വാഹനങ്ങൾ കേരളത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെടാത്തത് എന്ന് അന്വേഷിച്ച് നോക്കിയപ്പോൾ ഇതുപോലെ ടാക്സിൻ്റെ വ്യത്യാസം കണ്ടുകൊണ്ട് അവരെല്ലാവരും കൂടെ തീരുമാനമെടുത്ത് ഈ ടാക്സിനകത്ത് ഒരു ഇളവ് കൊണ്ടുവരികയാണ്. അതായത് ഈ ഒരു വാഹനത്തിന് പെർ സീറ്റിന് നേരത്തെ 3000 രൂപയാണ് ഒരു ക്വാർട്ടറിലേക്ക് അടയ്ക്കേണ്ടിയിരുന്നത്. ഒരു സീറ്റിന് 3000 രൂപയാണ് അടയ്ക്കേണ്ടിയിരുന്നത്. അപ്പം അതിനെ കുറച്ച് 2000 രൂപയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം മന്ത്രിസഭ തീരുമാനിച്ചിരിക്കുന്നത് ഇനി അന്യ സ്ഥലങ്ങളിൽ പോയി വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല, അവർ കേരളത്തിൽ തന്നെ രജിസ്റ്റർ ചെയ്യട്ടെ. അപ്പോൾ അങ്ങനെ ധാരാളം വാഹനങ്ങൾ ഇവിടെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സംസ്ഥാനത്തിന് അത് ഇരട്ടി വരുമാനമായിട്ട് ഭവിക്കുന്നതാണ്. അല്ലാതെ നമുക്കറിയാം ഒരുപാട് വാഹനങ്ങൾ ഈ വെള്ള കളർ കോഡിൻ്റെ പേരിൽ ഒരുപാട് വാഹനങ്ങൾ കേരളത്തിൽ നിന്ന് അന്യ സംസ്ഥാനങ്ങളിലേക്ക് വിറ്റ് പോവുകയും അല്ലെങ്കിൽ അവിടെ കൊണ്ട് രജിസ്റ്റർ ചെയ്യുന്നൊക്കെ കാഴ്ചകൾ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കാനാണ് ഇതുപോലുള്ള കാര്യങ്ങൾ പുതുതായിട്ടുള്ള ഇത് വരുന്നത്. അപ്പോൾ ഈ ഒരു വാഹനത്തിലേക്ക് വരുമ്പോൾ ഈ വാഹനം ഇപ്പോൾ കേരള രജിസ്ട്രേഷനാണ്, ഇതിപ്പോൾ ഒരു TP പെർമിറ്റിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വാഹനത്തെ നമ്മൾ കേരളത്തിൽ രജിസ്റ്റർ ചെയ്യാൻ പോവാണ്. കേരളത്തിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ മദർ ടാക്സ് അടച്ച് അതുപോലെ തന്നെ AITP പെർമിറ്റിലാണ് ഇവിടെ നമുക്ക് ഈ ഒരു വാഹനം നമുക്ക് വരാണ്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു വാഹനം AITPയിലേക്ക് രജിസ്റ്റർ ചെയ്തുകൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് പ്രയോജനം നമുക്ക് നോക്കാം. എത്ര രൂപ നമുക്ക് ചിലവാക്കണം, ഇതുകൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് നമുക്ക് പ്രധാനമായിട്ട് ഈ ഒരു വാഹനം നമുക്ക് കേരളത്തിൽ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഒരു
ക്വാർട്ടറിലേക്ക് നമുക്കൊരു സീറ്റ് നമ്മൾ അടയ്ക്കേണ്ട പൈസ എന്ന് പറയുന്നത് 2000 രൂപയാണ്. അപ്പോൾ ഇതിനകത്ത് 42 സീറ്റുകളാണ് വരുന്നത്. 40 സീറ്റുകളാണെന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഓർക്കുന്നു. 42 സീറ്റ്സാണ് വരുന്നത്. അപ്പം നമ്മൾ ഒരു ക്വാർട്ടറിലേക്ക് 84,000 രൂപയാണ് ഈ വാഹനത്തിന് മദർ ടാക്സ് അടയ്ക്കേണ്ടത്. അപ്പം നമുക്ക് 4 ക്വാർട്ടേഴ്സാണ് വരുന്നത്. അപ്പം 3,36,000 രൂപ നമുക്ക് കേരള സർക്കാരിലേക്ക് നമ്മൾ മദർ ടാക്സ് ആയിട്ട് നമ്മൾ അടയ്ക്കേണ്ടതുണ്ട്. ഇത് കൂടാതെ ഒരു വർഷത്തേക്ക് ഓൾ ഇന്ത്യ പെർമിറ്റ് ടാക്സ് ATP ടാക്സ് എന്ന് പറഞ്ഞാൽ 3 ലക്ഷം രൂപയാണ്. അപ്പോൾ 3 ലക്ഷം രൂപ നമുക്ക് പാർട്ടായിട്ട് അടയ്ക്കാനായിട്ടുള്ള ഒരു പ്രൊവിഷനും ഇവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രയോജനം എവിടെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് രണ്ട് തരത്തിലുള്ള ലൈസൻസ് ആണ്, അല്ലെങ്കിൽ രണ്ട് തരത്തിലുള്ള ഒരു ഓൾ ഇന്ത്യ പെർമിറ്റ് രീതികളുണ്ട്. അതിനകത്ത് ആദ്യത്തെ ഓൾ ഇന്ത്യ പെർമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെയൊക്കെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന 5 വർഷത്തേക്ക് നമുക്ക് ഓൾ ഇന്ത്യ പെർമിറ്റ് എടുക്കാനായിട്ട് പറ്റും. അതിൻ്റെ കൂടെ നമ്മളൊരു ഓതറൈസേഷൻ എടുത്തു കഴിഞ്ഞാൽ 1000 രൂപയ്ക്ക് ഒരു ഓതറൈസേഷൻ എടുത്തു കഴിഞ്ഞാൽ മദർ ടാക്സ് നമ്മൾ ഏത് സംസ്ഥാനത്താണോ രജിസ്റ്റർ ചെയ്യുന്നത് അതിൻ്റെ മദർ ടാക്സ് മാത്രമേ അടയ്ക്കുക. മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്ക് എപ്പോഴാണോ പോകുന്നത് അപ്പോൾ ആ സംസ്ഥാനങ്ങളുടെ അവിടുത്തെ ടാക്സ് എത്രയാണ് ആ ടാക്സും കൂടെ അടയ്ക്കണമായിരുന്നു. അതായത് ഉദാഹരണത്തിന് കേരളത്തിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് പോകുകയാണെങ്കിൽ ബാംഗ്ലൂർ ബസ് പോകുമ്പോൾ പെർ സീറ്റ് 360 രൂപ 380 രൂപ എന്തോ ആണ്, അതും കൂടെ അടയ്ക്കണം. അപ്പോൾ ഫുൾ ബസ്സിലേക്ക് വരുമ്പോൾ ഒരു 16,000 രൂപയുടെ എക്സ്ട്രാ അടയ്ക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഭീമമായിട്ടുള്ള ഒരു എമൗണ്ട് നമ്മുടെ ടൂർ എമൗണ്ടിൽ കൂടുന്നതുകൊണ്ടാണ് പല സ്കൂളുകളിൽ നിന്നൊക്കെ ടൂറുകൾ അങ്ങോട്ട് പോകാൻ പറ്റാതെ വന്നത്. ഓക്കെ, ഇനിയിപ്പം ഈ ഒരു വാഹനത്തിലേക്ക് വരുന്ന സമയത്ത് എന്താ അഡ്വാൻറ്റേജ് നമുക്ക് നോക്കാം. ഇതിലേക്ക് വരുന്ന സമയത്ത് ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന പുതിയ 1 ഇന്ത്യ 1 ടാക്സ് പ്രകാരമാണ്. അതായത് പുതിയ അമെൻമെൻറ്റ്സ് വന്നപ്പോഴത്തേനും കേന്ദ്ര ട്രാൻസ്പോർട്ട് മന്ത്രാലയം നമ്മുടെ ഇന്ത്യ ഒന്നാണെന്നും ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്തിലേക്ക് പോകുന്നതിന് ഒരു ടാക്സ് മതിയെന്നും തീരുമാനിക്കുകയും ചെയ്തു. പക്ഷേ നമ്മുടെ സംസ്ഥാന സർക്കാരുകൾ, അതായത് തമിഴ്നാടും കേരളവും പ്രധാനമായിട്ട് ഒബ്ജക്ഷൻ കൊടുത്തു. അതായത് അവരിങ്ങനെ സംസ്ഥാന സർക്കാരിന് അങ്ങനെ ഓടിക്കാൻ പറ്റത്തില്ല, 1 ടാക്സിന് അണ്ടറിൽ പോകാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ അവരങ്ങനെ പറയുകയും അതുപോലെ തന്നെ വാഹനങ്ങൾക്ക് ഫൈൻ ഇടുകയും ചെയ്തു. അപ്പോൾ ഇത് പലരും ചലഞ്ച് ചെയ്തൊക്കെ ചെയ്ത് ഇപ്പോഴും നിലവിൽ കോർട്ടിൽ നിൽക്കുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം നിലവിൽ വാഹനങ്ങളും അല്ലെങ്കിൽ എല്ലാ സംസ്ഥാനങ്ങളും ഇതുപോലെ തന്നെ 1 ടാക്സ് എന്നുള്ളൊരു പരിധിയിലേക്കാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴും നിലവിൽ അതിൻ്റെ ഒരു ഒബ്ജക്ഷൻ ഇതുവരെ മാറിയിട്ടില്ല. കാരണം തമിഴ്നാട്ടിൽ പോകുന്ന വാഹനങ്ങളൊക്കെ പലതും ഫൈൻ അടയ്ക്കാറുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിൽ ഇതുപോലുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഈ 1 ടാക്സ് വന്നു കഴിഞ്ഞാൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പം വാഹനം ഇവരെന്താണെങ്കിലും ATP ഇവരെടുക്കുകയാണെന്നുണ്ടെങ്കിൽ വർഷത്തേക്ക് 3 ലക്ഷം ഫീസ് അതുപോലെ മദർ ടാക്സ് അടച്ച് ഏകദേശം എത്രയായി ഒരു 8 ലക്ഷം രൂപയ്ക്കകത്ത് ഒരു വർഷം ഇവർ ഇത് അടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും പോകാമെന്നുള്ളതാണ്. അപ്പോൾ ഇതുകൊണ്ട് സാധാരണ ജനങ്ങൾക്ക് എന്താണ്, അതായത് നമ്മൾ ടൂർ പോകുന്നവർക്ക് എന്താണ് പ്രയോജനം എന്നുള്ളതാണ്. അപ്പോൾ ടൂർ പോകുന്നവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ വാഹനം ഇപ്പം കേരളത്തിൽ രജിസ്റ്റർ ചെയ്യാൻ പോകണം. അപ്പോൾ കേരളത്തിലുള്ള ആൾക്കാർക്ക് ഇനിയിപ്പം രാമക്ഷേത്രം കാണാൻ പോകണമെങ്കിലോ അല്ലെങ്കിൽ ബാംഗ്ലൂരിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അതാത് സംസ്ഥാനങ്ങളുടെ ടാക്സുകൾ അടയ്ക്കേണ്ട ആവശ്യമില്ല. മീൻസ് മദർ ടാക്സ് മാത്രം അടച്ചാൽ മതി. അതായത് കേരളത്തിന് പുറത്ത് പോയി കഴിയുമ്പം അവിടെ കയറുന്നതിന് എൻട്രി ടാക്സുകൾ അടയ്ക്കേണ്ട ആവശ്യമില്ല. നേരത്തെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബാംഗ്ലൂരൊക്കെ പോകും ഭീമമായിട്ടുള്ള പൈസ ആകുന്നതുകൊണ്ടാണ് കർണാടകയൊക്കെ നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റാതെ വന്നത്. ഇടക്കാലം കൊണ്ട് വന്നൊരു കാര്യമാണ്. നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ അന്ന് കുഴപ്പമില്ലായിരുന്നു. പിന്നീട് ആ ടാക്സിൻ്റെ സ്ട്രക്ചർ മാറ്റി കഴിഞ്ഞപ്പോൾ നമുക്ക് ബാംഗ്ലൂരിലേക്കൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറുമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ഈ ഒരു ANMൻ്റെ ബസ് നമുക്ക് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. 1 ഇന്ത്യ 1 ടാക്സിലേക്കാണ് വരുന്നത്, ATP ആണ് വരുന്നത്. അപ്പം അതുകൊണ്ട് ATPയിൽ വന്ന അമെൻഡ്മെൻറ്റ്സ് ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഈ വാഹനം ഈ കളറിലേക്ക് വന്നിരിക്കുന്നത്. ഓക്കെ, നമുക്കിനി ഈ വാഹനത്തിൻ്റെ പ്രത്യേകതകൾ നോക്കാം. അപ്പോൾ ഇത് വോൾവോയുടെ ഏറ്റവും പുതിയ 9600 B8R എന്ന് പറയുന്ന സിംഗിൾ ആക്സിൽ വോൾവോ ആണ് വരുന്നത്. അപ്പോൾ 9600 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾവോയുടെ ഒരു കോഡാണ്. ഇനി B8R എന്ന് പറയുന്നത് B എന്ന് പറയുന്നത് ബസ് ചേസിൻ്റെ B ആണ് വരുന്നത്. 8 എന്ന് പറയുന്നത് ഇതൊരു 7.7 ലിറ്റർ എഞ്ചിനാണ്, അതായത് 8 ലിറ്റർ എഞ്ചിനാണെന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ 6 എന്ന് പറയുന്നത് റിവേഴ്സിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പം അതാണ് ഈ വാഹനത്തിൻ്റെ കോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ പ്രത്യേകം നോക്കാം, ഇത് 12.2 മീറ്റർ ലെങ്ത്, അതായത് 12,200 മില്ലിമീറ്റർ ലെങ്ത് ആണ് ഈ വാഹനത്തിനുള്ളത്. 6200 ആണ് ഇതിൻ്റെ വീൽ ബേസ് എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ഡിസൈനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഡിസൈനാണ്. പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ 9466 വോൾവോ 9400 ഒക്കെ വോൾവോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതിലൊരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ഭാഗമാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒരു ഉയർന്ന നെറ്റിത്തോടുള്ള ഒരു വാഹനമാണ് നമുക്ക് കാണാൻ പറ്റും. തൊട്ട് താഴെയായിട്ട് നമുക്കവിടെ അതിൻ്റെ ഡിസ്പ്ലേ ബോർഡ് റണ്ണിങ് ഡിസ്പ്ലേ ബോർഡ് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇലക്ട്രിക്കലി കൺട്രോൾഡ് ആയിട്ടുള്ള 2 മിറേഴ്സ് ഈ വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇവരുടെ ബ്രാൻഡിങ് ANM ട്രാവൽസിന് അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കർവ്ഡ് ആയിട്ട് വരുന്ന ഗ്ലാസ്സുകളാണ്. അതായത് നല്ല ഒരു എയറോഡൈനമിക് ഡിസൈൻ വരുന്നതുകൊണ്ടാണ് ഇതിന് കർവ്ഡ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് വരുന്നത്. വൈപ്പേഴ്സ് നമുക്കിവിടെ കാണാം. വോൾവോയുടെ ആ മനോഹരമായിട്ടുള്ള ലോഗോ നമുക്കിവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ ഈ വാഹനത്തിന് ഏറ്റവും മനോഹരമായിട്ടുള്ള പോർഷനുകളൊന്നാണ് ഇതിൻ്റെ ലൈറ്റ്സ് എന്ന് പറയുന്നത്. ഒരു നല്ല ഒരു L ഷേപ്പിലുള്ള ഒരു DRL നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. അതുപോലെ 2 ചേമ്പറിലായിട്ടുള്ള ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. തൊട്ട് താഴെയായിട്ട് വരുന്ന സമയത്ത് നമുക്കൊരു ഫോഗ് ലാംപ്സും കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം. പിന്നെ നടുക്കോട്ട് വരുവാണെങ്കിൽ ഇവിടെ ഒരു ബ്ലാക്ക് കളർ പെയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് നമ്പർ പ്ലേറ്റ് ആണ് വരാൻ പോകുന്നത്. ഇനി നമുക്ക് അവിടെ യെല്ലോ കളറുള്ള നമ്മുടെ നമ്പർ പ്ലേറ്റ് വരും, KL രജിസ്ട്രേഷൻ വരും. നീല കളറിൽ തന്നെ ഈ വാഹനം ഓടാൻ പോകുന്നതായിരിക്കും. നമുക്കിനി സൈഡ് പ്രൊഫൈലിലേക്ക് വരാം. സൈഡ് പ്രൊഫൈലിലേക്ക് വരുന്ന സമയത്ത് ഗംഭീര ഹൈറ്റൊക്കെ ഉള്ള ഒരു വലിയ ഒരു വാഹനമാണ്. വോൾവോ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അറിയാം ഭയങ്കര ഒരു കാഴ്ചയിൽ തന്നെ ഒരു വോൾവോയുടെ ഭംഗി ഡിഫറെൻ്റ് ആണ്. കാരണം അതിനുശേഷം സ്കാനിയൊക്കെ വന്നെങ്കിലും എനിക്ക് പേഴ്സണലി ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും വോൾവോ തന്നെയാണ്. പ്രത്യേകിച്ച് വാഹനത്തിൻ്റെ
സേഫ്റ്റിയെക്കുറിച്ച് പറഞ്ഞാലും വാഹനത്തിൻ്റെ ഡൈനാമിക്സിനെ കുറിച്ച് പറഞ്ഞാലും വാഹനത്തിൻ്റെ സസ്പെൻഷനെ കുറിച്ച് പറഞ്ഞാലും ഏറ്റവും മികച്ച ഒരു യാത്രാസുഖം തരുന്നൊരു വണ്ടിയാണ് വോൾവോ എന്ന് പറയുമ്പോൾ. ഇപ്പോൾ എയർ ഓപ്പറേറ്റഡ് ആയിട്ടുള്ള ഡോറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിനുശേഷം നമുക്കിവിടെ വോൾവോ എന്നുള്ള ആ ഒരു റൈറ്റിംഗ് എംബോസ് ചെയ്തിരിക്കുന്നതാണ്. BS6 ആണ് വാഹനം വരുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ ഫ്യൂൽ ടാങ്ക് നമുക്ക് കാണാനായിട്ട് വരും. ഫ്യൂൽ ടാങ്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 450 ലിറ്ററാണ്. 50 ലിറ്ററിൻ്റെ AdBlueൻ്റെ ഒരു ടാങ്കും കൂടെ ഉണ്ട്. വാഹനത്തിൻ്റെ ടയർ സൈസും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ 295/80R 22.5 ആണ്. 22.5 പ്രൊഫൈൽ വരുന്ന വാഹനമാണ്. ഡിസ്ക് ബ്രേക്കുകളാണ് വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. സസ്പെൻഷൻ 4 വീലുകളും എയർ ആയിട്ട് വരുന്ന സസ്പെൻഷനാണ് കൊടുക്കുന്നത്. അതായത് തന്നെ ഭയങ്കര സുഖം. വാഹനം നമുക്ക് ലിഫ്റ്റ് ചെയ്യാനും വാഹനം നമുക്ക് താക്കാനും ഒക്കെ നമുക്ക് പറ്റുന്ന രീതിയിലുള്ള ഒരു സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ബ്രേക്കിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇലക്ട്രിക്കൽ അസിസ്റ്റഡ് ആയിട്ട് വരുന്ന ബ്രേക്കിംഗ്സ് ആണ്. ABS, EBD, അതുപോലെ തന്നെ വെഹിക്കിൾ സ്റ്റെബിലിറ്റി മാനേജ്, അതുപോലെ എല്ലാ സംവിധാനങ്ങളുള്ള വളരെ സേഫർ ആയിട്ടുള്ള ഒരു വാഹനമാണ് ഈ ഒരു വോൾവോ എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഇവിടെയൊക്കെ ഓരോ കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിവിടെ ഓപ്പൺ ചെയ്യാം. ഇതിനകത്ത് എടുത്തു പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞതാണ് കുറച്ച് ടാങ്കുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങളെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കാണിച്ചതാണ്. അതായത് നമുക്ക് തീ പിടിച്ച് കഴിഞ്ഞാലായിട്ട് ലൈക്ക് അണയ്ക്കാൻ വേണ്ടിയുള്ള ഒരു സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് വാട്ടർ നിറച്ചിരിക്കുന്ന 2 ടാങ്കാണ്. പിന്നെ ഇതിനകത്തൊരു ഗ്യാസാണ്. ഓക്കെ, അപ്പം അതിൻ്റെ പ്രഷർ കൊണ്ട് വാഹനത്തിനകത്ത് ജെറ്റുകൾ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വാഹനത്തിനകത്ത് തീ പിടിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ആ യൂണിറ്റ്സ് വർക്ക് ചെയ്യും. ഇതിന് വേണ്ടി തന്നെ നമ്മളൊരു വീഡിയോ ചെയ്തായിരുന്നു ഇതിന് തൊട്ട് മുമ്പായിട്ട് ഇവരുടെ ബസ്സിൽ തന്നെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ഇവരെല്ലാം RTTയുടെ ബസ്സിലാണ് അത് വന്നത്. ആദ്യമായിട്ട് ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ഈ ഫയർ ഡിറ്റക്ഷൻ അതുപോലെ തന്നെ പ്രിവെൻഷൻ സിസ്റ്റമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ നിങ്ങൾ ഓൾറെഡി കാണിച്ചു തന്നിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ വാഹനത്തിൻ്റെ ലഗേജ് ഏരിയ ആണ് വരുന്നത്. നമുക്ക് ഇത്രയും പാസഞ്ചേഴ്സ് 40 പാസഞ്ചേഴ്സ് പോകുന്ന സമയത്ത് അവരുടെ ബഗേജുകളൊക്കെ വെക്കാനുള്ള സംവിധാനമാണ്. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ അടുത്തായിട്ട് ആ യൂണിറ്റ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഫയർ എക്സ്റ്റിംഗ്വിഷർ സിസ്റ്റംസ് ആണ് കൊടുത്തിരിക്കുന്നത്. വാഹനത്തിനകത്തേക്ക് വാട്ടർ സ്പ്രിങ്കിൾ ചെയ്താണ് ആ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അത് ഓട്ടോമാറ്റിക് സെൻസസിൻ്റെ ഒക്കെ സഹായത്തോടെ വർക്ക് ചെയ്യുന്നത്. വാഹനത്തിനകത്ത് തീ ഉണ്ടോ എന്ന് ഡിറ്റക്റ്റ് ചെയ്തതിന് ശേഷം ആ സ്പ്രിംഗ്ലേഴ്സ് ആക്ടിവേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം AdBlueൻ്റെ ടാങ്ക് ഈ ഒരു വശത്തേക്കാണ് വരുന്നത്. ബാക്കിൽ നമുക്ക് ഡബിൾ സെറ്റ് ടയേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഇനി നമ്മൾ ഏറ്റവും പുറകിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ഭംഗി നമുക്ക് നോക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങളൊരു സ്ഥലം കാണിക്കാം കേട്ടോ. നമ്മുടെ കോവളം ഭാഗം, വിഴിഞ്ഞം അല്ലെങ്കിൽ ആ പോട്ട് വരുന്നൊരു ഭാഗത്തെ കടലും കാര്യങ്ങളൊക്കെയാണ്. അവിടെ ഒരു നല്ല മനോഹരമായിട്ടുള്ള സ്ഥലത്തു നിന്നാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. പിന്നെ ബാക്കിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ കണ്ടോ ഏറ്റവും മുകളിലൊരു ക്യാമറ അവിടെ റിവേഴ്സിനൊക്കെ എടുക്കുമ്പോൾ അസിസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ക്യാമറയും കാര്യങ്ങളും അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്കൊരു ബോർഡ് നമുക്കവിടെ കാണാം. അപ്പോൾ അതുപോലെ ഇവരുടെ ബ്രാൻഡിങ് A&M ടൂർസ് ആൻഡ് ട്രാവൽസ് ട്രിവാൻഡ്രം അഡ്രസ്സും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. നമ്പേഴ്സ് ഞാൻ താഴെ കൊടുത്തേക്കാം. ഓക്കെ, ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ പ്ലേസ് ചെയ്തിരിക്കുന്ന റിയർ സൈഡിലാണ്. അതായത് ബാക്ക് വശത്താണ് എഞ്ചിൻ വരുന്നത്. ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് നമുക്ക് ആ എഞ്ചിൻ കാണാനായിട്ട് പറ്റും. പക്ഷേ ദൗർഭാഗ്യകരമായിട്ട് ഞാൻ LNG നമ്മൾ എടുത്തുകൊണ്ട് വരാണ്ട് മറന്നുപോയി. കാരണം വെച്ചാൽ ഒരു പുതിയ വാഹനം ആയതുകൊണ്ട് ഇനി ടൂൾ ബോക്സ് എല്ലാം ഓഫീസിലായിപ്പോയി. അപ്പോൾ അതിനകത്താണ് LNG ഉള്ളത്. LNG ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് ഓപ്പൺ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു എഞ്ചിനെ കുറിച്ച് പറയാം. കാരണം ഇത് നമ്മുടെ മുമ്പിലത്തെ പല വീഡിയോകളിൽ ഞങ്ങളെ കാണിച്ചിട്ടുണ്ട്. എന്നാലും ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് പറയാം. ഇത് നമുക്ക് D8K6300 എന്ന് പറയുന്ന സീരീസിൽ വരുന്നൊരു എഞ്ചിനാണ്. 8 ലിറ്ററാണ് വരുന്നത്. അതായത് B8R ആണല്ലോ. അപ്പം കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 7.7 ലിറ്റേഴ്സാണ് വരുന്നത്. അതിൻ്റെ പവർ ഫിഗേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. 296 bhp ആണ്. 2200 RPM നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ടോർക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 1200 Nm ടോർക്ക് ഉണ്ട്. അത് നമുക്ക് 1200 മുതൽ 1700 RPM നമുക്ക് ഒരു ടോർക്ക് ഫിഗേഴ്സ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പൊതുവേ ഈ വാഹനത്തിൻ്റെ മൈലേജ് എന്നൊക്കെ പറയുന്നത് 4 കിലോമീറ്റർ ഒക്കെയാണ്. 4.5 ഒക്കെയാണ് വരുന്നത്. ഈ പുതിയ സീരീസ് വരുമ്പോൾ എന്തുമാത്രം മാറ്റം ഉണ്ടെന്ന് അറിയത്തില്ല. റോഡിൽ ഓടുന്ന സമയത്ത് മാത്രമേ നമുക്ക് അറിയാണ്ട് സാധിക്കുകയുള്ളൂ. ബാക്കിലേക്ക് വരുന്ന സമയത്ത് എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടൈൽ ലാമ്പുകളുണ്ട്. ഇതിൻ്റെ ഡിസൈനൊക്കെ നോക്കി പ്രത്യേകമായിട്ട് ഒഴുകി ഇറങ്ങുന്ന തരത്തിലുള്ള ഡിസൈനിലൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് പറഞ്ഞത്. അതുപോലെ തന്നെ നമുക്ക് ഈ വോൾവോയുടെ ബാക്കിൽ നിന്ന് കാണുമ്പോൾ ഉള്ള സിഗ്നേച്ചർ ഡിസൈൻ അവിടെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഈ ഒരു ഡോറിലേക്ക് വരുവാണെങ്കിൽ 9600 എന്ന് പറയുന്ന വാഹനത്തിൻ്റെ കോഡ്, ഈ വോൾവോ ബസ്സിൻ്റെ കോഡ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. അതുപോലെ റിവേഴ്സ് എടുക്കുമ്പോഴുള്ള സെൻസേഴ്സും കാര്യങ്ങളൊക്കെ വാഹനത്തിൻ്റെ ബാക്ക് വശത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പുറകിൽ നിന്നുള്ളൊരു കാഴ്ച എന്ന് പറയുന്നത്. നമുക്കിനി സൈഡിലേക്ക് വരാം. സൈഡിലേക്ക് വരുമ്പോൾ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വാഹനത്തിനകത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എമർജൻസി എക്സിറ്റ് നമുക്കിവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. സേഫ്റ്റിയുടെ മാനദണ്ഡമായിട്ട് എമർജൻസി എക്സിറ്റും കാര്യങ്ങളൊക്കെ അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഈ സൈഡിലൊന്നും എടുത്ത് പറയാനൊന്നുമില്ല. നമുക്കിനി ഡ്രൈവർ സൈഡിലെ ഡോറിലേക്ക് ഒന്ന് പോകാം. കാരണം 2 ഫ്യൂൽ ടാങ്ക്സ് ആണ് വരുന്നത് കേട്ടോ. 2 വശത്ത് നമുക്ക് ഫ്യൂൽ ഫില്ല് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. 450 ലിറ്റർ ആണെന്നല്ലേ പറഞ്ഞില്ല. അപ്പോൾ 2 വശത്തായിട്ടാണ് ടാങ്ക് വരുന്നത്. അല്ല ഒരു വശത്ത് മാത്രമായിട്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള ഒരു വണ്ടി വളരെ സ്പീഡിൽ പോകുന്നൊരു വാഹനമാണ്. അപ്പോൾ ബാലൻസിൻ്റെ പ്രശ്നങ്ങൾ കാര്യങ്ങൾ വരും. അപ്പം ഡ്രൈവർ ക്യാബിൻ്റെ അകത്തേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് വളരെ നീറ്റ്ലി ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു ഡ്രൈവർ ക്യാബിനാണ് വാഹനത്തിന് വരുന്നത്. പ്രത്യേകിച്ച് സീറ്റ്സ് ഒക്കെ നിങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു കാർ ലൈക്ക് സീറ്റ്സ് ആണ്. സീറ്റ്സ് നമുക്ക് ഓൾറെഡി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന രീതിയിലുള്ള സീറ്റ്സ് ആണ്. അതും നമുക്ക് ഇലക്ട്രിക്കലി കൺട്രോളബിൾ ആയിട്ട് വരുന്ന സീറ്റുകളാണ്. സ്വിച്ചസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിരിക്കുന്നതാണ്. കാരണം കാറിനകത്തൊക്കെ കണ്ടുവരുന്ന ടൈപ്പ് സ്വിച്ചസ് ഒക്കെ വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ചാരൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഇതിനകത്ത് കാഴ്ചകൾ അകത്ത് നോക്കാം. ഇപ്പോൾ ഏറ്റവും പുതിയ വോൾവോ 9600 B8Rൻ്റെ കോക്പിറ്റ് ആണ് കാണുന്നത്. വളരെ നീറ്റ്ലി ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. ഒരു കാറിൻ്റെ ഒക്കെ ഡിസൈനിലാണ് പ്രത്യേകിച്ച് എടുത്ത് ചെയ്തിരിക്കുന്നത് പറയാം.
കാരണം നേരത്തെയുള്ള വോൾവോയേക്കാളും കുറച്ചുകൂടെ ഇൻറ്റീരിയർ വളരെ ഭംഗിയാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ ഒരു വുഡൻ ഫിനിഷൊക്കെ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ സ്വിച്ചസ് ഒക്കെ നീറ്റ്ലി അറേഞ്ച്ഡ് ആണ്. വോൾവോയുടെ ആ വലിയ സ്റ്റിയറിംഗ് നമുക്ക് ഇവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഹോണും കാര്യങ്ങളൊക്കെ ഈ ഒരു വശത്താണ് പ്രൊവൈഡ് ആയിരിക്കുന്നത്. ഈ വശത്ത് കുറേ സ്വിച്ചസ് ഉണ്ട് കേട്ടോ. ഈ ഇതാണ്ട് ഇതിനകത്ത് AC കൺട്രോളും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വശത്തായിട്ട് വരുന്നത് പറഞ്ഞാൽ. ഇതിനകത്ത് പിന്നെ എമർജൻസി ലാമ്പുകൾ, USB ചാർജിങ് പോർട്ടുകൾ, അതിലൊക്കെ ഈ പല സ്വിച്ചസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ വാഹനത്തിൻ്റെ ഹിൽ ഹോൾഡ് അസിസ്റ്റ്, അതുപോലെ തന്നെ വാഹനത്തിൻ്റെ ഹൈറ്റ് കൂട്ടുന്നത്, ഹൈറ്റ് കുറയ്ക്കുന്നത്, ട്രാക്ഷൻ്റെ സ്വിച്ചുകൾ, ബാറ്ററിയുടെ സ്വിച്ചുകൾ, ഇതെല്ലാം ഈ ഒരു വശത്ത് കൊടുത്തിട്ടുണ്ട്. മിറേഴ്സ് നമുക്ക് ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അല്ലെ എയർ ബ്രേക്കിൻ്റെ സിസ്റ്റം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു നമ്പർ ഓഫ് സ്വിച്ചസ് ആണ് ഇവിടെ വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിലേക്ക് ഇതിൻ്റെ ഒരു MID സ്ക്രീനിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആനലോഗ് ആയിട്ട് വരുന്ന ഒരു സ്ക്രീനാണ് നമുക്ക് കാണുന്നത്. RPM അതുപോലെ സ്പീഡൊക്കെ നമുക്ക് കാണാം വാഹനത്തിനകത്ത്. അതുപോലെ എയർ ബ്രേക്സ് ആയതുകൊണ്ട് തന്നെ കണ്ട ഈ ഒരു വശത്ത് നമുക്ക് എയർ ടാങ്കിൻ്റെ പ്രഷറാണ് കാണുന്നത്. 5.5 ആണ് പ്രഷർ വരുന്നത് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഈ വശത്തേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്യൂൽ ടാങ്ക് നമുക്ക് കാണാം, ടെമ്പറേച്ചറാണ്, അതിനുള്ള സംവിധാനങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ബേസിക്കലി വളരെ നീറ്ററായിട്ട് കൊടുത്തിരിക്കുകയാണ്. 18 ലോക്ക്ഡ് ആയിട്ടാണ് ഈ ഒരു വാഹനത്തിനകത്ത് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ ഒരു വശത്തേക്ക് വരുവാണെങ്കിൽ ഇവിടെ നീറ്റ്ലി അറേഞ്ച്ഡ് ആയിട്ടുള്ള കുറേ സ്വിച്ചസ് ഉണ്ട് കണ്ടത്. ഡിമ്മർ, ആംപ്ലിഫയർ, അങ്ങനെയുള്ള കുറേ യൂട്ടിലിറ്റി സ്വിച്ചുകളാണ് വരുന്നത്. ഇവിടെ ചെറിയൊരു ഡിസ്പ്ലേ ഉണ്ട്. റിവേഴ്സിലൊക്കെ ആ ഒരു ഡിസ്പ്ലേ ഓണായി വരുന്നതായിരിക്കും. വണ്ടിയുടെ ഹെഡ് ലൈറ്റും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ഇവിടെയാണ്. ലൈക്ക് ലൈറ്റ്സ് ഓൺ ആക്കാൻ ഓഫ് ആക്കാനുള്ള സ്വിച്ചസ് എല്ലാം എവിടെയാണ് വരുന്നത്. അതുപോലെ എമർജൻസി സ്വിച്ച് ഉണ്ട്, ഡോർ ഓപ്പൺ ചെയ്യാനുള്ള സ്വിച്ചസും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ ഈ വാഹനത്തിനകത്ത് അഡീഷണലി വന്നൊരു സിസ്റ്റമാണ് മറ്റേ ഈ ഫയറിൻ്റെ റിട്ടാർഡൻ്റ് സിസ്റ്റമാണ് വന്നിരിക്കുന്നത്. അതായത് നമ്മൾ നേരത്തെ കണ്ട യൂണിറ്റ് ഒക്കെ ഇല്ലേ, അപ്പോൾ അതിൻ്റെ സെൻസർ സാധനങ്ങളൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ എവിടെയാണോ തീ പിടിക്കുന്നത് അതനുസരിച്ച് ആ ഒരു കമ്പാർട്ട്മെൻറ്റ് 3 സോണായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് എവിടെയാണോ തീ പിടിക്കുന്നത് അതിൻ്റെ അവിടുത്തെ ലൈറ്റ്സ് കത്തി വരുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്തുള്ള സ്പ്രിംഗ്ലേഴ്സ് വഴി മുഴുവൻ വാട്ടർ സ്പ്രിംഗ്ലറായിട്ട് ആ തീ അണയ്ക്കുന്നതായിരിക്കും. ഇതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ മെക്കാനിക്കലായിട്ട് വരുന്ന സിങ്ക്രോമെഷ് ആയിട്ട് വരുന്ന ഗിയേഴ്സ് ആണ്. ഒരു റിവേഴ്സ് നമുക്കിവിടെ കാണാം. 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. നീറ്റ്ലി അറേഞ്ച്ഡ് ആണ്. ഇനി നമ്മൾ വലിയ ഗ്ലാസ് ഏരിയ ഒക്കെ നമുക്ക് കാണാം. മുകളിൽ നമുക്ക് ഇവിടെ ആ ഒരു ലൈക്ക് ഈ ഒരു ബോർഡ്, ഈ ഒരു നമ്പർ പ്ലേറ്റ് ഇവിടെ നമുക്ക് നെയിം ഡിസ്പ്ലേ ചെയ്യുന്ന ബോർഡുകളും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു കണ്ണാടിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഡ്രൈവറിന് അതുപോലെ ഇവിടെ ഒരു കർട്ടൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ വാഹനത്തിനകത്ത് CCTVs അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ CCTVs ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു വശത്തേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലീനറിന് ഇരിക്കാനുള്ള ഒരു റിട്രാക്റ്റബിൾ ആയിട്ടുള്ള സീറ്റുകൾ നമുക്ക് കാണാനായിട്ട് പറ്റും. അതായത് നമ്മൾ എഴുന്നേറ്റ് മാറി കഴിഞ്ഞാൽ മടങ്ങിക്കോളും. അപ്പോൾ ഇത് വരുന്ന എയർ ഓപ്പറേറ്റഡ് ആയിട്ടുള്ള ഡോറാണ്. ഇനി പാസഞ്ചേഴ്സിനുള്ള സൗകര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു വാഹനത്തിനകത്ത് 40 സീറ്റുകളാണ് ഉള്ളത്. പിന്നെ ഒരു ക്ലീനറിൻ്റെ ഒരു ഡ്രൈവർ സീറ്റാണ് വരുന്നത്. അപ്പം ഈ ഒരു വാഹനത്തിൻ്റെ സീറ്റുകൾ എന്ന് പറയുമ്പോൾ നിങ്ങളൊക്കെ വോൾവോ ബസ്സുകൾ പലരും ട്രാവൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സീറ്റുകളുടെ കാര്യങ്ങൾ ഞാൻ പറയാതെ തന്നെ അറിയാം. ഒരു തിയേറ്റർ ടൈപ്പ് സലൂൺ സീറ്റുകളാണ് വരുന്നത്. ഇതാ നമുക്കിത് ലെഗ് പാഡുകളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സീറ്റ്സ് നമുക്ക് റിക്ലൈൻ ചെയ്യാണ്ട് പറ്റും. ഇങ്ങനെ നമുക്ക് റിക്ലൈൻ ചെയ്യാം. അതുപോലെ നമുക്ക് ഏകദേശം ഇത്രയും റിക്ലൈൻ ചെയ്യാം. വളരെ സുഖകരമായിട്ട് കിടക്കാൻ. ഈ ഒരു സീറ്റിൻ്റെ പൊസിഷൻ നോക്കി നിൽക്കുന്നത് മനസ്സിലാവും. അതുപോലെ തന്നെ ഇത് കൂടാതെ തന്നെ നമുക്ക് വാഹനത്തിനകത്ത് സീറ്റ് ബെൽറ്റ്സിൻ്റെ ഒരു സംവിധാനവും കൊടുത്തിട്ടുണ്ട്. അതായത് സീറ്റ് ബെൽറ്റ് നമുക്ക് ഈ വാഹനത്തിനകത്ത് നമുക്ക് ഉപയോഗിക്കാണ്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് വളരെ സേഫറായിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്നതാണ്. വിദേശത്തുള്ള ബസ്സുകളിലൊക്കെ ഈ ഒരു സീറ്റ് ബെൽറ്റ് സംവിധാനങ്ങളുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല നീളമുള്ള ഒരു ഗ്യാങ് വേ നമുക്ക് കാണാം. അതിലൊരു കാർപ്പറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതൊക്കെയാണ് ഫയർ റിട്ടാർഡൻറ്റ് സിസ്റ്റം കേട്ടോ. ഇതിന് മുമ്പിലത്തെ ഒരു വീഡിയോസ് അതിനകത്ത് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ വാഹനങ്ങൾക്കകത്തൊക്കെ ഇതൊക്കെ ഭയങ്കര മാൻഡേറ്ററി ആണ്, ഈ ഫയർ റിട്ടാർഡൻറ്റ് സിസ്റ്റം ഒക്കെ വേണമെന്നുള്ളത്. കാരണം എന്തെങ്കിലും തീ പിടിച്ച് കഴിഞ്ഞാൽ വാഹനത്തിനകത്ത് സ്പ്രിങ്കിൾ ചെയ്യും. അതിൻ്റെ ഡിറ്റക്റ്റേഴ്സും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണുന്നത്. നമുക്ക് ബാഗുകളൊക്കെ വെക്കാനുള്ള റാക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സൈഡിലൊക്കെ കണ്ടോ LED ലാംപ്സും ലൈറ്റ്സും ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ബ്ലൂ കളറിലേക്ക് കംപ്ലീറ്റ്ലി മാറ്റാൻ പറ്റും. കാരണം ബ്ലൂ എന്ന് പറയുന്നത് ഉറക്കത്തിന് എപ്പോഴും കറക്റ്റാണ്. കാരണം ടൂർ ബസ്സുകൾ നിങ്ങൾ നോക്കിയാൽ മതി, കൂടുതൽ കർട്ടൻസ് എന്ന് പറയുന്നത് ബ്ലൂ കളറായിരിക്കും. ബ്ലൂ കളറിലുള്ള ബ്ലൂ ആംബിയൻറ്റിൽ നമ്മൾ ഉറങ്ങുവാണെങ്കിൽ പെട്ടെന്ന് ഉറങ്ങുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു കാഴ്ചകൾ കാണാൻ പറ്റുന്നത്. പിന്നെ ഈ സൈഡിലേക്കൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ എല്ലാം നമുക്ക് ഗ്ലാസ്സൊക്കെ പൊട്ടിക്കാനുള്ള ഹാമറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു വശത്തേക്ക് വരുവാണെങ്കിൽ നമുക്കൊരു സ്പീക്കർ കാണാം. അതുപോലെ റീഡിങ് ലാംപ്സും കാര്യങ്ങളുണ്ട്. ഇതാണ് റീഡിങ് ലാമ്പ് വരുന്നത്. റീഡിങ് ലാംപ്സ് നമുക്ക് കാണാനായിട്ട് പറ്റും. അതുപോലെ AC വെൻറ്റ് നമുക്ക് ഓപ്പൺ ചെയ്യണമെങ്കിലും ക്ലോസ് ചെയ്യാനുള്ള സംവിധാനങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഒരു സീറ്റിൻ്റെ മുകളിൽ വരുന്ന ഒരു ലേഔട്ട് എന്ന് പറയുന്നത്. ഇവിടെ ഒരു AC ക്യാബിൻ ഫിൽറ്ററും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത്. ഓക്കെ. അതുപോലെ ഏറ്റവും ബാക്കിലേക്ക് വരുന്ന സമയത്ത് ബാക്ക് സീറ്റുകൾ അത്യാവശ്യം ചെറിയ രീതിയിൽ ചെറിയതല്ലാത്ത രീതിയിൽ നമുക്ക് ചായക്കാൻ പറ്റും. അപ്പോൾ പുറകിലത്തെ സീറ്റാണെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ ഒരു വശത്തേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എമർജൻസി ഡോറിൻ്റെ ഫുഡ് സ്റ്റെപ്പുകളും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഈ ഡോർ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫുഡ് സ്റ്റെപ്പ് പുറത്തേക്ക് നമുക്ക് മാറ്റി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് വാഹനത്തിൻ്റെ കാഴ്ചകളെന്ന് പറയുന്നത്. നമുക്കിനി ഇതിൻ്റെ ഡ്രൈവേഴ്സിനോടും അതുപോലെ തന്നെ ഇതിൻ്റെ ഓണേഴ്സ് ആരെങ്കിലോടും ഇതിനോടൊന്ന് സംസാരിച്ച് നോക്കാം.
അപ്പോൾ നമ്മളിവിടെ എന്നുള്ളത് പ്രസന്റ് ചേട്ടനാണ്. പ്രസന്റ് ചേട്ടാ നമസ്കാരം. ചേട്ടനാണ് ഇത്രയും ദൂരം ഒരു വലിയ ബസ്, സാധാരണ ഒരു കാറൊക്കെയാണ് ഷോറൂമിൽ തന്നോട്, വലിയൊരു ബസ് തന്നെ ഷൂട്ടിങ്ങിന് വേണ്ടി കൊണ്ടുവന്ന ചേട്ടനാണ്. അതായത് മുതലാളി എന്ന് പറയുമ്പോൾ നിസാമിക്കാണ്. ഇപ്പൊ അദ്ദേഹത്തെ പറഞ്ഞ് ഏൽപ്പിച്ച് വളരെ സപ്പോർട്ടബിൾ ആയിരുന്നു, വണ്ടി കൊണ്ടുവന്നു. ഒരിക്കൽ കൂടെ നന്ദി പറയാണ്. ചേട്ടാ, പുതിയ വണ്ടിയെ കുറിച്ച് എന്താ പറയാനുള്ളത്? പുതിയ ബസ്സിനെ പറ്റി ഇതിന്റെ ഇതെന്ന് പറഞ്ഞാൽ എയർ സസ്പെൻഷനാണ്, രണ്ടും ബാക്കും ഫ്രണ്ടും. പിന്നെ യാത്ര ചെയ്യാനൊക്കെ സുഖമാണ്, കംഫർട്ടബിൾ ആണ്. ഒരു കട്ടൽ വേണ്ടിയിരുന്നാലും നമുക്ക് വേറെ ഒന്നും അറിയാൻ പറ്റില്ല, അകത്ത് ഇരിക്കുന്ന സേഫാണ്. അങ്ങനെയുള്ള വളരെ സേഫർ ആയിട്ടുള്ള വാഹനങ്ങളാണ്. അതെ, എല്ലാം കൊണ്ടും സേഫാണ്. സേഫ് ഡ്രൈവിംഗ്, ബാക്കി എല്ലാം കംഫർട്ടബിൾ ആണ്. പിന്നെ എടുത്തു വേണ്ട ഈ മുഖം മറക്കാതെ കാണാതെ വെച്ച് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓൾ ഇന്ത്യ പെർമിറ്റ് ആയതുകൊണ്ട് നമുക്ക് എല്ലാ സംസ്ഥാനം ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും പോകാം. കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഇദ്ദേഹമാണ് നിങ്ങളെ കൊണ്ടുപോകേണ്ടത്. ഓക്കെ, അപ്പം പ്രസന്റ് ചേട്ടനെ നിങ്ങൾ അടുത്ത പ്രാവശ്യം ഇനി വരുന്ന സമയത്ത് പ്രസന്റ് ചേട്ടനെ കാണാണ്ട് പറ്റും. അതുപോലെ നിങ്ങൾക്ക് സംസ്ഥാനത്തിന്റെ പുറത്തേക്കുള്ള ടൂർ ട്രിപ്പുകൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഇതുപോലത്തെ ബസ്സുകൾ എടുക്കാം. പ്രത്യേകിച്ച് ഇപ്പൊ എല്ലാവരും ട്രെയിനൊക്കെ പിടിച്ച് അയോധ്യ രാമക്ഷേത്രം കാണാൻ പോകുന്ന ഒരു കാഴ്ചയുണ്ടല്ലേ. ബസ്സിലൊക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് പിടിച്ച് പോകണമെന്നുണ്ടെങ്കിൽ ഇവരുടെ ബസ് ഹയർ ചെയ്താൽ മതി. അതുപോലെ ബാംഗ്ലൂരിലേക്ക് പോകണമെങ്കിൽ ഹയർ ചെയ്താൽ മതി. സാധാരണ എല്ലാ ടൂറിസ്റ്റ് ഓപ്പറേറ്റേഴ്സിനും സെപ്പറേറ്റ് ആയിട്ടുള്ള ടാക്സസ് വരും. നമ്മുടെ വണ്ടിക്ക് ടാക്സസ് ഇല്ല. അപ്പം ഓൾ ഇന്ത്യ പെർമിറ്റ് ആയതുകൊണ്ട് നമുക്ക് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ പോകുമ്പോൾ ടാക്സസ് ഇല്ലാത്തതുകൊണ്ട് വളരെ ലാഭകരമായിട്ട് ടൂർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ പേര് മറക്കണ്ട, ANN ട്രാവൽസ് അല്ലേ. ഇത് നമ്മുടെ തിരുവല്ലത്താണ് വരുന്നത്. അപ്പം ഇവരുടെ ANN ട്രാവൽസിന്റെ നമ്പേഴ്സ് ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വാഹനത്തിന്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ പുതിയൊരു വാഹനമായിട്ട് കണ്ടുപിട്ടാം. സോ ദിസ് ഈസ് റോബിൻ സൈനിങ് ഫ്രം റോബ് മൈ ഷോ.